ഹായ് ഡീസ്, നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പച്ചരിയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് ഉഴുന്നും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 6-7 മണിക്കൂറോളം ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഇതാ 7 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. അരച്ചെടുക്കാൻ നമ്മൾ കുതിർത്തെടുക്കാത്തിന് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് ഒരു ട്രിപ്പായിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങ ആയതുകൊണ്ട് ഞാൻ 1 കപ്പ് ഇട്ടെടുത്തത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കാം. ഇനി മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു 7 മണിക്കൂറോളം, ചുരുങ്ങിയത് 7 മണിക്കൂറിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് 7 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണമായി നന്നായിട്ട് പരത്തി കൊടുക്കുന്നു വേണ്ട കേട്ടോ. ഇതുപോലെ ചെറിയ അപ്പങ്ങളാക്കി എടുക്കാൻ മതി. അപ്പോൾ ഇത് മുകൾ ഭാഗം കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് 2 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമുക്കിനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.